أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സമയം മാറ്റി. എന്തിനാ സമയം മാറ്റിയത്? കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എല്ലാവരും നോമ്പുകാരായിരിക്കെ ക്ലാസ് ആവുമ്പോൾ വേറെ രസമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ ഇഫ്താർ കഴിഞ്ഞിട്ടാണ് മീറ്റിങ്ങിൽ വരിക. അപ്പൊ യു എയിലുള്ളവരും വേറെ രാജ്യത്തുള്ള ആളുകളൊക്കെ അവരൊക്കെ നോമ്പ് തുറക്കാതെയാണ്, അതായത് അവർക്ക് നോമ്പോട് കൂടി അവരിയ്ക്കുകയും ബാക്കിയുള്ള കുട്ടികൾ ഇങ്ങനെ വീഡിയോയിൽ വന്ന് ലൈവായിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറി എല്ലാവർക്കും ഇപ്പൊ നോമ്പുണ്ട്. ഇപ്പൊ നമ്മുടെ മീറ്റിങ്ങിന് ആരൊക്കെ വരുന്നോ, ഏതൊക്കെ കൺട്രിയിലുള്ളവരുണ്ടോ അവർക്കൊക്കെ നോമ്പുണ്ട്. അപ്പൊ നോമ്പുകാരുടെ ഒരു മീറ്റിംഗ് ആയിട്ട് ഇപ്പോ മാറും. അതാണ് ഒരു കാര്യം. രണ്ടാമത്, മഗ്‌രിബിന് ശേഷമാകുന്ന സമയത്ത് ചില വീട്ടുകാരൊക്കെ വേഗം ഇഫ്താർ കഴിഞ്ഞ് നേരെ കാറും എടുത്ത് ഫാമിലി ആയിട്ട് പള്ളിയിൽ പോയിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ടൈം ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ ഇരിക്കണമേ എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു വാക്ക് പറയുക. അഊദു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസ് നമ്മളിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ, അല്ലെ, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു മനസ്സ് ഇബ്ലീസ് നമുക്ക് എല്ലാവർക്കും നൽകും. റമദാൻ 1 മുതൽ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ഒരു റിവ്യൂ മീറ്റിംഗ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ തുടക്കം മുതൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാണ് ഇന്ന് നിങ്ങൾ പറയേണ്ടത്. ആദ്യത്തെ ക്ലാസ് ഞാൻ തുടങ്ങിത്തരാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തിനാണ് റമദാൻ എന്ന കാര്യത്തെ, കുത്തിബ അലൈക്കുമുസ് സ്വയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനാണ് ഈ റമദാൻ നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയത് എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചു കൊണ്ടുള്ള ക്ലാസ് ആയിരുന്നു ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോരോ ക്ലാസ്സുകളും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയേണ്ടത്. ആരാണ് ആദ്യം പറയുക? ജൗഹർ. ഫർള് നമസ്കാരം. നമസ്കാരത്തെ പറ്റി നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി, നമസ്കരിക്കാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകളെ പറ്റി, അതോടൊപ്പം ഇന്നലെ വളരെ ചിന്തിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കഥയിലൂടെ പറഞ്ഞു തന്നിരുന്നു. പന്നിയേക്കാൾ നിസ്സാരമായ മോശപ്പെട്ട ആളുകളാണ് നിസ്കരിക്കാതെ നടക്കുന്നവർ. അതോടൊപ്പം മുസ്ലിമായി നിസ്കരിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം എന്ന കാറ്റഗറിയിൽ പെടുമോ എന്ന കാര്യം പോലും സംശയമാണ്. ഓക്കെ, സൽമാന്. എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം? പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നത് നമ്മൾ എടുത്തു വരുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോ വീട്ടിലെയും കുട്ടികൾ തമ്മിൽ ഉണ്ടാവുന്ന ഇന്റേണൽ ഫൈറ്റ്, അടിപിടി, ദേഷ്യമൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. നോമ്പ് നമുക്ക് വലിയൊരു ട്രെയിനിങ് ആണ്. സംയമനം പാലിക്കണം, കൺട്രോൾ ചെയ്യണം, ദേഷ്യം കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ജാസിലെ നമസ്കാരം. മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒരു ദിവസം പറഞ്ഞിരുന്നു. ബാപ്പ മാത്രം പഠിച്ചാൽ പോരാ, മക്കളും മയ്യത്ത് നിസ്കാരം പഠിക്കണം. കാരണം ഒരാള് മയ്യത്ത് നിസ്കാരം പഠിച്ച ഒരാള് അയാള് മാത്രം പഠിച്ചതുകൊണ്ട് മക്കൾക്ക് അതുകൊണ്ട് അയാൾക്ക് ഉപകാരം ഉണ്ടാവില്ല. നമുക്ക് ഒരു കാര്യം പഠിച്ചിട്ട് നമുക്ക് ഉപകാരം ഉണ്ടാവാത്ത ഒരു കാര്യം മയ്യത്ത് നിസ്കാരത്തിലെ ദുആ തന്നെയാണ്. നമുക്ക് വേറെ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം, പക്ഷെ നമ്മുടെ മക്കൾ പഠിച്ചാലാണ് നമുക്ക് വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആവുക. എന്നതുപോലെ തന്നെയാണ്
പ്രധാനപ്പെട്ട കാര്യം. മയ്യത്ത് നിസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. അറിയാത്തവർ പഠിക്കണം പഠിക്കണം എന്ന് ഒരുപാട് തവണ പറഞ്ഞിരുന്നു. പിന്നെ ഇഷാൻ, നമ്മള് മരിച്ചതിന് എന്തൊക്കെ ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങളെ പറ്റി, ബർസഖി ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പുള്ള കാര്യങ്ങൾ, റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ റൂഹും ശരീരവുമായിട്ട് വേർപെട്ട് നമ്മൾ മയ്യത്തായി കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനെ പറ്റിയൊക്കെ കുറേ മിത്തുകളുണ്ട്. മിത്തുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഡെഡ് ബോഡിക്ക് എന്തോ ചെയ്യാൻ കഴിയും, ഡെഡ് ബോഡി ആയ ശേഷം ആത്മാവ് വന്നിട്ട് നമ്മളെന്തോ ഉപദ്രവിക്കാൻ വരുമെന്നൊക്കെ പല സിനിമകളിലും കാർട്ടൂണുകളിലൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും സത്യമല്ല. മരിച്ചു കഴിഞ്ഞ ഒരു ആത്മാവ് ഒരിക്കലും തിരിച്ചു വന്ന് നമ്മളെ ഒന്നും ചെയ്യുകയില്ല. മനസ്സിലായില്ലേ? ഡെഡ് ഒരാള് കഴിഞ്ഞാൽ കഴിഞ്ഞ അല്ലേ? ഓക്കെ ജൗഹർ, എനിക്ക് നിസ്കാര സമയല്ലേ? അതൊരു പ്രശ്നമാണ്. നീ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് വന്നോ, ഇവിടെ മീറ്റിംഗ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. 45 മിനിറ്റ് ഉണ്ട് കേട്ടോ. നിസ്കാര സമയം കളയണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഭക്തി ജമാഅത്ത് നീ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആളല്ലേ? അപ്പൊ അത് അപ്പൊ 4:10 ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു നിസ്കാരം കാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വേഗം അങ്ങ് പോരും, അവിടെ വട്ടം കറങ്ങി ഇരിക്കണ്ട കേട്ടോ. ഓക്കെ സൽമാന്, എവിടെയും വെച്ച് മരിക്കാം. മരണം എന്നുള്ളത് ഒരു കഥയിലൂടെ പറഞ്ഞിരുന്നു. ഓടി ഓടി ഒരാൾ ഓടി ഓടി ഒരു കടലിന്റെ നടുവിലുള്ള ഗുഹക്കകത്ത് പോയി ഒളിച്ചിരുന്ന കഥയൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടും കാര്യമില്ല, നമ്മൾ എവിടെയാണെങ്കിലും മരണം എന്നുള്ളത് പോസിബിൾ ആണ്. പിന്നെ എന്താ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നത്? എല്ലാവരും ഓരോരോ പോയിന്റ് പറയൂ. ഇനി 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 കഴിഞ്ഞ എല്ലാ പോയിന്റ്സും കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അവിടെ ജാസില് ഫാത്തിഹയുടെ അർത്ഥമാണ് കഴിഞ്ഞ ഒരു 4 ക്ലാസ്സുകളിൽ നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം പറഞ്ഞു വന്നു. അഊദുബില്ല പറഞ്ഞു, ബിസ്മില്ല പറഞ്ഞു, അൽഹംദുലില്ല പറഞ്ഞു, അർറഹ്മാനി പറഞ്ഞു, മാലിക് യൗമിദ്ദീൻ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു അവിടെയാണ് നമ്മൾ ഇനി പറയേണ്ടത് അല്ലെ. ഇയ്യാക നഅ്ബുദു, പിന്നെന്താ, വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക എത്ര വേർഡ് ഉണ്ട് അതില്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്ര വേർഡ് ഉണ്ട്? 4 വേർഡ് ഉണ്ട്. ഈ 4 വേർഡിൽ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് അറിയുന്നവർ കൈപൊക്കിയേ, അല്ലെങ്കിൽ പറഞ്ഞേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വേർഡ് ഇയ്യാക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡ് ഉണ്ട് അതില്. നഅ്ബുദു. നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത്. ഇബാദത്ത് എന്താന്ന് അറിയുന്ന ഒരു കൈവക്ക്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നൗറിന ഫോണ് തിരിച്ചു വെക്ക്. ജന്ന, ഇബാദത്ത് എന്താണ്? അള്ളാഹുവിനോടുള്ള കടമകൾ. കടമ, റെസ്പോൺസിബിലിറ്റി ആണ് ഇബാദത്ത് എന്നാണ് ജന്ന പറയുന്നത്. എയ്മൻ, എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാല്? വേർഷിപ്പ് ചെയ്യുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് വേർഷിപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോമ്പിന് കിടന്നുറങ്ങുന്നത് ഐമൻ 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 നോമ്പിന് കിടന്നുറങ്ങുന്നത് ഇബാദത്താണോ? അല്ല. ഒരാള് നോമ്പ് നോറ്റ് ക്ഷീണിച്ച് അയാൾക്ക് നല്ല ടയേർഡ് ആയപ്പോ അയാൾ കിടന്നു, അത് ഇബാദത്താണോ? അപ്പൊ നീ ആദ്യം ഇബാദത്താണെന്നും രണ്ടാമത് അത് ഇബാദത്ത് അല്ല എന്നും പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇബാദത്ത്, ഏതൊക്കെയാണ് ഇബാദത്ത് അല്ലാത്തത്? നിങ്ങൾ വെറുതെ ഒരു ചോക്ലേറ്റ് എടുത്ത് തിന്നു, അത് ഇബാദത്താണോ? നിങ്ങൾ വെറുതെ മേലെ റൂമിൽ നിന്ന് താഴത്തെ ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് നടന്നു പോയി, ഇബാദത്താണോ? ഇപ്പൊ സൂം മീറ്റിംഗിൽ നിങ്ങൾ ഇരിക്കുന്നു, ഇത് ഇബാദത്താണോ? നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു, ഇബാദത്താണോ? നോമ്പ് നോൽക്കുന്നു, ഇബാദത്താണോ? പാവപ്പെട്ട ഒരാളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു, ഇബാദത്താണോ? സദഖ ചെയ്യുന്നത് ഇബാദത്താണോ? സാലിഫെ, ആണോ അല്ലേ? എന്ത്? സദഖ ചെയ്യുന്നത് ഇബാദത്താണ്. അപ്പൊ ഇബാദത്ത് എന്താണ്, ഇബാദത്ത് എന്തല്ല എന്ന് ആർക്കാണ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുക?
ഹു ക്യാൻ സേ? മഹ്ഫൂസ്. അള്ളഹാനോട് അള്ളഹാനോടുള്ള വർഷിപ്മെന്റ്. വർഷിപ്പ് എന്ന നിയത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കാര്യവും ഇബാദത്ത് തന്നെയാണ്. ഉറങ്ങുന്നതും ഇബാദത്താണ്. രാത്രി ഉറങ്ങുന്ന ഒരാള് നാളെ രാവിലെ സുബഹിന് നേരത്തെ എണീറ്റ് ഫുഡ് കഴിക്കണം, നോമ്പെടുക്കണം, അതിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് ഉറങ്ങിയാൽ ആ ഉറക്കവും ഇബാദത്താണ്. പള്ളിയിലേക്ക് നടക്കുന്ന ആളിന്റെ ഉദ്ദേശം ഞാൻ പള്ളിയിലേക്കാന്നുള്ള നിയ്യത്തോടു കൂടി അള്ളാന്റെ അജറ്, അള്ളാന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് നടന്നാൽ അതും ഇബാദത്താണ്. സൂമിലേക്ക് കയറിയവർ, ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ സൂമിൽ ജോയിൻ ചെയ്തില്ലേ? ക്ലാസ് കയറാൻ വേണ്ടി ക്ലാസ്സിലേക്ക് വേണ്ടി വന്നില്ലേ? നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് പറഞ്ഞോ ക്ലാസ്സിൽ കയറ് എന്ന് പറഞ്ഞോ? എത്ര പേരുടെ പാരന്റ്സ് പറഞ്ഞു ക്ലാസ്സിൽ കയറുന്ന്? ഓക്കെ, പറയാതെ കയറിയവര് കൈബുക്ക്. പാരന്റ്സ് പറയാതെ കയറിയവര്? എയ്മന്റെ പാരന്റ്സ് പറഞ്ഞിട്ടില്ലേ കയറാന്? ഇല്ല. അപ്പൊ നീ മീറ്റിംഗ് അല്ല, ഞാന് മെസ്സേജ് കണ്ട് മെസ്സേജ് കണ്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഗുഡ്. പാരന്റ്സ് പറയാതെ തന്നെ നൗറിന്റെ പറഞ്ഞിട്ടില്ല അല്ലെ? ഹന്ത, അറുവ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ വന്നു അല്ലെ? ഇനി ഈ നിങ്ങൾ വന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു ഒരേ കൂലിയാണോ കൊടുക്കുക? ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഒരേ കൂലിയാണോ കൊടുക്കുക? നോ. എന്തുകൊണ്ട്? വൈ? കാരണം ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്ന് അയക്കും. ചിലവര് ഖുർആൻ പഠിക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് തന്നെ വരുന്നവര്, കാരണം ചിലവര് വെറുതെ വരുന്നവർക്ക്. ജെന്യൂൻ ആയിട്ട് വരുന്നവരുണ്ട്, ജെന്യൂൻ അല്ലാതെ വരുന്നവരും ഉണ്ട്. ഇന്ന് ഒരു കുട്ടി ക്ലാസ്സിൽ വന്നു. അപ്പൊ ആ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു, നീ ഈ ഫോണും ഒന്ന് കൈ എടുക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ത് പറഞ്ഞു? ഞാൻ കൈ എടുക്കാം എന്ന് പറഞ്ഞ് കൈ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഫോണുമ്മേൽ വീണ്ടും കൈ വന്നു അല്ലെ? ഓക്കെ, ഷെസാന് മനസ്സിലായോ? ഷെസാൻ ഫർഹദ് മനസ്സിലായോ? ഷെസാന് ക്ലാസ്സിലേ അല്ലേ? നീ ക്ലാസ്സിലുണ്ടോ ഷെസാനെ? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു തന്നാല്. ക്ലാസ്സിലുണ്ട് എന്ന നീ പറയുന്നത് സത്യമാണെങ്കിൽ. അപ്പൊ നീ ക്ലാസ്സിലില്ല ട്ടാ. നീ എന്താണോ ചെയ്തോണ്ടിരിക്കുന്നത് അത് നിർത്ത്. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്ക്. കയ്യിൽ ഒരു സാധനം എടുത്ത് വെക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ലാസ്സിൽ ഇന്ന് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഫോണിൽ കളിക്കാനല്ല ഖുർആൻ പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്, അതുകൊണ്ട് ഫോൺ ദൂരെ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ കളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതെന്താ അവൻ കളിക്കാൻ കാരണം? അവന്റെ നീയത്ത് എന്താണ്? നീയത്ത് വേറെയാണ്. നീയത്ത് എന്ന് പറഞ്ഞാല് അവന്റെ ഇന്റൻഷൻ ഖുർആൻ ക്ലാസ് അല്ല. റൈറ്റ്? അതുപോലെ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നതിൽ തന്നെ ചില കുട്ടികൾ കാണാൻ വീഡിയോ ഓഫ് ചെയ്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. അവരുടെ നീയത്ത് എന്താണ്? അവരവിടെ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ വന്നവരാണെങ്കിൽ വീഡിയോ തുറന്ന് വെച്ചിട്ട് ജെന്യൂൻ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കണ്ടേ? അതായത് ഓരോ കുട്ടിക്കും ലഭിക്കുന്നത് അവരുടെ നീയത്ത് അനുസരിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. ഓരോരുത്തർക്കും അള്ളാഹ് കൂലി കൊടുക്കുന്നത് അവരുടെ നീയത്തും കൂടി കണക്കിലെടുത്തിട്ടാണ്. നീയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള നീയത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന വേർഷിപ്പ് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യത്തെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. സർവീസ്, സേവനങ്ങൾ ചെയ്യാറില്ലേ? നിങ്ങൾ എന്തെങ്കിലും സേവനം ചെയ്യാറുണ്ടോ? ആ സേവനം ഇബാദത്താണോ? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഒരു വയസ്സായിട്ടുള്ള ഒരാള്, ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ആള് ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. നിങ്ങൾ അയാളുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അത് ഇബാദത്താണോ അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആരാ പറയാ? അലിക്ക് പറയാൻ പറ്റുമോ? എന്താണ് അത്? ഇബാദത്താണോ? ആണ്, ശരിയാണ്, അത് ഇബാദത്താണ്. കാരണം എന്താണ്? നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അജർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും ഏതൊരു സ്വാലിഹായ അമലും അത് ഇബാദത്താണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നെ പറയാണ് അള്ളാഹുവോട് പറയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഫാത്തിഹയെ പറ്റി ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇബ്ലീസിന്റെ പ്രൊട്ടക്ഷൻ എനിക്ക് തരണേ എന്ന് അള്ളാഹുവോട് പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നിന്റെ പേരിലാണ് തുടങ്ങുന്നത് കേട്ടോ. നിന്റെ പേരിൽ അള്ളാഹുവെ തുടങ്ങുകയാണ്. അപ്പം
എന്തുകൊണ്ടാണ് അള്ളാഹുവിന് നിന്റെ എന്ന് പറയാൻ കാരണം? അത് ഇറസ്പെക്ട് അല്ലേ? അത് അള്ളാഹുവിനെ റെസ്പെക്ട് ചെയ്ത് നിങ്ങൾ എന്ന് പറയണ്ടേ? നമ്മൾ മലയാളത്തിൽ പറയാ. എന്താ നിന്റെ എന്ന് പറയാൻ കാരണം? ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ നിങ്ങളെ ഉമ്മാനോട് പോയിട്ട് നിന്റെ എന്ന് പറയോ? ഉപ്പാനോട് പോയിട്ട് നിന്റെ ഫോണൊന്ന് കൊണ്ടാന്ന് പറയോ? പക്ഷെ ഇത്രയും ശക്തിയുള്ള ലോകത്തിന്റെ അധിപനായ റബ്ബിനെ നിന്റെ എന്ന് പറയാൻ കാരണം എന്താണ്? അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു? യെസ്, വഹ്ദാനിയത്ത്. നിങ്ങൾ എന്ന് അള്ളാഹു അത്രയും സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് ഖുർആൻ ഇറക്കുമ്പോ, അല്ലെ? അവിടെ എങ്ങാനും അള്ളാഹു നിങ്ങളെന്നോ അങ്ങെന്നോ അല്ലെങ്കിൽ യാ യുഹൽ അള്ളാഹ് എന്നൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഹുവ അവൻ എന്നാണ് എല്ലായിടത്തും അള്ളാഹുവിനെ പറ്റി. ഹു അല്ലാഹു, അല്ലെ? ഖുൽ ഹുവ അല്ലാഹു, ഹുവ അവൻ. അപ്പൊ അവൻ എന്ന ഒരു ശക്തി മാത്രമേ, വൺനെസ് എന്നത് ഏകദൈവ വിശ്വാസത്തെ അള്ളാഹു വളരെ സൂക്ഷിച്ചാണ് ഖുർആനിലെ ഓരോ ആയത്തുകളും. മനുഷ്യന്മാർ ഇതൊക്കെ വഴിതെറ്റിക്കുന്ന അറിയാം. അതുകൊണ്ട് ഖുർആനിൽ അവർക്ക് ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതെ, എന്തെങ്കിലും ഒരു മൈനസ് ഖുർആൻ ഇല്ലാതെ ആ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു അക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏതൊക്കെ കാര്യത്തിലും പിന്നെ ചെറിയ ചെറിയ തെറ്റ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനൊക്കെ പറഞ്ഞെങ്കിലും അള്ളാഹു പൊറുക്കാത്ത 7 വൻപാപങ്ങളുണ്ട്, അല്ലെ? ആ വൻപാപങ്ങളിൽ പെട്ട ഒന്നാണ് ഷിർക്ക്. ഷിർക്ക് എന്താന്ന് അറിയുന്ന ഒരു കൈബുക്ക്? ഐമന് പറഞ്ഞേ. Sir, partnering with Allah. അതായത് അള്ളാഹുവിന് പകരക്കാരനെ വെക്കുക. ഓക്കെ, ഒരു ദിവസം സ്കൂള് വിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ അതേ ഫേസ് ഉള്ള ഒരാൾ നിങ്ങളെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചോ? എന്നിട്ട് പറയാണ് നിങ്ങളാന്ന് പറഞ്ഞ് നിങ്ങളുടെ റൂമും നിങ്ങളുടെ ബെഡും ഒക്കെ എടുത്താൽ നിങ്ങൾ സമ്മതിക്കോ? എന്നതുപോലെ അള്ളാഹുവിന്റെ ആ പൊസിഷൻ, ഈ വേൾഡിന്റെ അധിപനായ റബ്ബുൽ ഇസ്സത്തിനെ അള്ളാഹിന്റെ പൊസിഷൻ വേറെ ആക്കി കൊടുക്കുന്നതിന് ഷിർക്ക് എന്ന് പറയാം. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ, വ ഇയ്യാക നസ്തഈൻ, നീ മാത്രമല്ല എന്ത് ചെയ്യാ, ഞങ്ങൾക്ക് വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ നിന്നോടാണ് ആദ്യം ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും കാര്യം അള്ളാഹുവോട് ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ട് സക്സസ് ആയിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ച ഒരു കാര്യം അള്ളാഹു ശരിയാക്കി തന്നത് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. സൽമാൻ എന്ത് ചോദിച്ചു, എന്ത് കിട്ടി? എന്റെ പനി മാറുന്ന ദിവസം പറഞ്ഞ ആ പിറ്റേ ദിവസം എന്റെ പനി മാറി. ഓക്കെ, ജെന്ന എന്ത് ചോദിച്ചു, എന്ത് കിട്ടി? ഞാൻ ഉപ്പാനോട് കുറെ ദിവസമായിട്ട് ഒരു ചോക്ലേറ്റ് കൊണ്ടുവരാൻ പറയണ്ടായിരുന്നു. ഞാന് കൊണ്ടുവരണേന്ന് വേണ്ടി പറഞ്ഞപ്പോ അന്ന് തന്നെ കൊണ്ടുവന്നു. അപ്പൊ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു സോഷ്യൽ മീഡിയയിൽ വേറെ ചെറിയ കുട്ടി പറയുന്നുണ്ട്, ഓ അല്ലാഹ് കാൻഡിയോ ചോക്ലേറ്റ് ഒക്കെ ചോദിക്കണേ, ഒരു ചെറിയൊരു കുട്ടി. എന്നിട്ട് അല്ലാഹ് ബൈ ബൈ കഴിഞ്ഞ് ദുആ. ഒരു ചെറിയൊരു കുട്ടീന്റെ ദുആ ആണ്, ചോക്ലേറ്റ് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഓക്കെ, ഹന്താൻ എന്ത് ചോദിച്ചു, എന്ത് കിട്ടി? സാറേ, ഞാന് സൗദി പോയ അള്ളാഹുവിനോട് ചോദിച്ചപ്പോ അള്ളാഹു എനിക്ക് നടത്തി തന്നു. സൗദി പോകാൻ പറ്റി. സൗദി പോകാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അത് അള്ളാഹു നടത്തി തന്നു, അല്ലെ? ഓക്കെ, മഹ്ഫൂസ് എന്ത് ചോദിച്ചു, എന്ത് കിട്ടി? മക്കയിൽ പോകാൻ പ്രാർത്ഥിച്ചു. ഓക്കെ, മക്കയിൽ പോയി. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ചോദിച്ചതൊക്കെ അള്ളാഹു തരുമോ? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം അള്ളാഹ് തരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ അള്ളാഹുവോട് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ അല്ല, ഒരു റിക്വസ്റ്റ് അള്ളാഹുവിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അള്ളാഹു അതിന് 3 രീതിയിൽ അതിന്റെ റിപ്ലൈ ഉണ്ടാവും. ഓക്കെ, 3 രീതിയിൽ ശ്രദ്ധിച്ചോട്ടോ. 3 ടൈപ്പ് ഓഫ് ആൻസർ അള്ളാഹുവിന് തരും. നമ്പർ 1 ഏതായിരിക്കും? നമ്പർ 1, നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റിന് അള്ളാഹു എങ്ങനെയായിരിക്കും റിപ്ലൈ ചെയ്യാ? ഓൺ സ്പോട്ടിൽ, അല്ലെ? എന്താണോ പറയുന്നത് അപ്പൊ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ സാധനം അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ല. എത്രയോ അനുഭവങ്ങളുണ്ട്, എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങൾ. കീ കാണാതായി, ബൈക്കിന്റെ കീ കാണുന്നില്ല. അല്ലാഹു, സമയമില്ലല്ലോ, ഒന്ന് മുമ്പിലുണ്ട്. മനസ്സിലായോ? അത് പറഞ്ഞിട്ടില്ല. ചാവി വിടട്ടോ.
അപ്പൊ ആ പറയുന്നേ ഉള്ളൂ. നമ്മുടെ മനസ്സിലുള്ള വികാരം നമ്മൾ പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് ആയിട്ടില്ല, അപ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക്, കാരണം സ്കൂളിൽ പോകാനായി, തിരക്കായി, എന്താ ചെയ്യാ, ആകെ ലേറ്റ് ആയി പോവാണ്, അപ്പഴാണ് ചാവി കാണുന്നില്ല, പഠിച്ചവനെ എവിടെ ഈ മുമ്പിലുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ പറയുന്ന കാര്യം അപ്പൊ തന്നെ അത് സ്പോട്ടിൽ നടപ്പായി. വേറൊന്ന് കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, ഇംഗ്ലീഷിന്റെ അന്ന് ഇംഗ്ലീഷ് പോയം പഠിച്ചു വരാൻ പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ടീച്ചർ വന്നില്ലെങ്കിൽ അടി കിട്ടാതിരിക്കാൻ വേണ്ടി പഠിച്ചവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അയ്യോ അപ്പണ്ട് ക്ലാസ് ലീഡർ തിരിച്ചു വന്നിട്ട് പറയുന്നു ഇന്ന് ടീച്ചർ ആബ്സെന്റ് ആണ് അല്ലെ. അപ്പൊ ചാടിക്കളിക്കുക അല്ലെ. രക്ഷപ്പെട്ട് അല്ലെ. മാത്സ് നോട്ട്ബുക്ക് മറന്നുപോയിണ്ടാവും, സ്കൂൾ ചിലപ്പോൾ ടൈം ടേബിൾ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ മാത്സിന്റെ പീരീഡ് ടീച്ചർ വരരുത് പഠിച്ച എങ്ങനെ പറയും അല്ലെ. അടി കിട്ടുന്നതല്ല പ്രശ്നം. എന്താ പ്രശ്നം? ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ അടി കിട്ടുമ്പോൾ നമുക്ക് മോശമാവില്ലേ അല്ലെ. അതല്ലേ പ്രശ്നം, വലിയ പ്രശ്നം. ഓക്കെ. അപ്പോ അങ്ങനെയൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ക്വിക്ക് റിപ്ലൈ കിട്ടുന്ന ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ ക്വിക്ക് ആയിട്ട് കിട്ടും. റൈറ്റ്. പിന്നെ എങ്ങനെയായിരിക്കും രണ്ടാമത്? എങ്ങനെയായിരിക്കും അള്ളാഹു അതിന് ആൻസർ വരിക നമ്മൾ ചോദിക്കുന്നതിന്? സൽമാൻ. കുറച്ച് നാള് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. ടൈം എടുക്കും. അപ്പൊ കിട്ടൂല, കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രി മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഇപ്പൊ തന്നെ വേണം, കിട്ടിയില്ല. രാവിലെ എണീറ്റ് കണ്ണു തുറന്നുകൊണ്ട് മുമ്പിൽ സാധനം അല്ലെ. എന്ന് വെച്ചാൽ കുറച്ച് ഡിലേ ആക്കും. അതെന്തിനായിരിക്കും ഡിലേ ആക്കുന്നത്? എന്തിനായിരിക്കും നിങ്ങൾ പറ? എന്തിനാണ് അങ്ങനെ ഒന്ന് ഡിലേ ആക്കുന്നത്? അതായിരിക്കും ഖൈർ. അപ്പോഴല്ലേ വേണ്ടത് കേട്ടോ. അതാണ് ഖൈർ എന്ന് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാവും. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, എന്നോട് കടം വാങ്ങിയിട്ടുള്ള 1000 rupees എനിക്ക് ഇപ്പൊ വേണം, അർജന്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? 1000 രൂപ ഇപ്പൊ വേണം, അർജന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നല്ലല്ലോ തരാന്ന് പറഞ്ഞത്, മറ്റന്നാളല്ലേ? അതല്ല, ഇപ്പൊ അത്യാവശ്യമാണ്, പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടുന്നാ ഇനിയിപ്പോ 1000 രൂപ എടുത്തു കൊടുക്കുക? മറ്റന്നാളല്ലേ പറഞ്ഞു, ഇന്ന് തന്നെ 1000 rupees വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കും? അങ്ങനെ ആലോചിച്ചു. അപ്പൊ വീണ്ടും സുഹൃത്തിന്റെ കോൾ ഇതാ, ഞാൻ ടൗണിലേക്ക് എത്തി, വേഗം പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നേരെ പോയിട്ട്, അവൻ ഫോൺ അപ്പോഴത്തേക്ക് കട്ട് ചെയ്യും, അത് അങ്ങോട്ട് പറയാൻ സമ്മതിക്കൂല, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ബൈക്ക് എടുത്തിട്ട് പോയിട്ട് ടൗണിൽ പോയിട്ട് ആ പൈസ പിന്നെ അവന്റെ അടുത്ത് എന്ത് ചെയ്യാ, ആ പൈസ അവന്റെ അടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. പൈസ കൊടുക്കാന്നല്ല, അവനോട് എന്തെങ്കിലും ഉഴുതൂറ് പറയാ എന്നൊക്കെ വിചാരിച്ചു, അവനൊന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങാടിയിൽ ചെന്നു. അപ്പോഴുണ്ട് അസർ ബാങ്ക് കൊടുക്കുന്നു. അപ്പൊ 2 മൈൻഡ് വരും അല്ലെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും 2 കാര്യങ്ങൾ വരും. എന്താണ്? നമ്പർ 1, പള്ളിയിൽ പോണോ നേരെ ടൗണിലേക്ക് പോണോ? പള്ളിയിൽ ഇപ്പൊ കയറണോ ടൗണിലേക്ക് പോണോ? രണ്ട് ഷിക്ക്. കാരണം അവനവിടെ ടൗണിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോയാൽ, ഒരാൾ നമ്മളോട് വരാൻ പറഞ്ഞിട്ട് ടൗണിൽ ഇന്ന ടൈമിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിച്ച് പോകുന്നത് ശരിയാണോ? നിങ്ങൾ പറ. ആരെങ്കിലും ഒരാൾ പറ. ആരാ പറയാ? നൈമ ശരിയാണോ? അല്ല. എന്തുകൊണ്ട് ശരിയല്ല? ആദ്യത്തെ 5 വഖത്ത് നിസ്കാരാണ്. എന്താ പഠിച്ചോനെ, നമ്മളെ ടോപ്പിക് ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ നൈമേ. നീ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? അതായത് ടൗണിലേക്ക് വരാൻ ഒരാൾ പറഞ്ഞു, അയാൾ പറഞ്ഞ ആ സമയത്ത് നമ്മൾ അവിടെ എത്താതെ നമ്മൾ പള്ളി കയറി നിസ്കരിച്ചാൽ അത് ശരിയാണോ ശരിയാവില്ലേ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. എന്താ തീരുമാനം? എന്തായാലും കാര്യമില്ല, ഞാൻ എന്തായാലും പള്ളി കയറി നിസ്കരിക്കാൻ പോവാണ്, ബാക്കി വരുന്നിടത്ത് വെച്ച് തീരുമാനിക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ വീണ്ടും തോന്നാണ്, ശരിയല്ലല്ലോ, ബാങ്ക് കൊടുത്ത് നിസ്കാരം ഇഖാമത്ത് കൊടുക്കാറായി, ഈ സമയം ഞാൻ പോയി എൻ്റെ നിസ്കാരം നഷ്ടപ്പെടും,
അതുകൊണ്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി, ഇപ്പൊ ഇനി ഒരു ബസ് 2 ബസ് എങ്ങാനും ഈ സമയത്തുള്ളൂ. ബൈക്കാണ് ഇല്ല, ബസ്സാണ്. അപ്പൊ ആ ബസ് ഇപ്പൊ പോയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ബസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉണ്ട് ബസ് ഇങ്ങനെ വരുന്നു, പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു, ബസ് വരുന്നു. ഇനി എന്ത് ചെയ്യും? ഹലോ പറ. ആ ഷെസാന് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? ആ ബസ് കയറാന്നല്ല, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിസ്കാരം ജമ്മാക്കാനും കസ്ർ ചെയ്യാനും പിന്നെ ഒക്കെ ഉണ്ട്, മാറ്റി വെക്കാനല്ല, ഒക്കെ ഉസുറുണ്ട്. പക്ഷേ ഞാൻ തീരുമാനിച്ചു ബസ് കയറാൻ. ഓക്കെ, അങ്ങനെ ഓടി ബസ് കയറാൻ ചെന്നപ്പോണ്ട് അവിടെ സ്കൂൾ വിട്ട സമയമായിരുന്നു, അസറിന്റെ സമയല്ലേ. അന്ന് സ്കൂൾ നേരത്തെ വിട്ട് കുട്ടികൾ ഒന്നായിട്ട് ഓടി കയറി, ബസ് ആകെ തിരക്കാണ്, ഇനി ഒരാൾക്ക് കയറാൻ ഗ്യാപ്പ് പോലും ഇല്ല. അതൊക്കെ കണ്ടപ്പം വിചാരിച്ചു, ഇനി ഭേദം നിസ്കരിച്ചിട്ട് അടുത്ത ബസ്സിന് പോകാന്ന് വിചാരിച്ചിട്ട് പള്ളി കയറി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോ ഉണ്ട് അവിടെ ബസ്സിന്റെ ടൈം ഷെഡ്യൂളിൽ നോക്കുമ്പോ ഇനി ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ബസ് വരിക. 1 hour കഴിയണം. അപ്പോ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? ആർക്കാ പറയാൻ പറ്റുക? നിസ്കരിച്ചതുകൊണ്ടല്ലേ ഇപ്പൊ ബസ് മിസ്സായത്. നിസ്കരിക്കാതിരുന്നെങ്കിൽ സമയത്ത് ബസ് കിട്ടി അവിടെ എത്തി എൻ്റെ സുഹൃത്തിനെ കണ്ട് സംസാരിക്കായിരുന്നു. പക്ഷെ സുഹൃത്തിന് കൊടുക്കാനുള്ള 1000 രൂപ എൻ്റെ കയ്യിലില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കാറ് വന്നിട്ട് എൻ്റെ അടുത്ത് നിർത്തി. എൻ്റെ ഒരു പഴയ ഓൾഡ് ഫ്രണ്ടാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മുക്കത്തേക്കാണോ ടൗണിലാണോ കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ കയറി. ഭയങ്കര സന്തോഷമായി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഖത്തറിൽ വെച്ചിട്ട് കണ്ട ഒരു സുഹൃത്താണ്. അവന് അവന്റെ കഥകൾ പറയാൻ തുടങ്ങി, അല്ലെ. അവന്റെ കഥകൾ എന്ന് പറഞ്ഞാല് അവനൊരു കഥയുണ്ട്. അവൻ ഗൾഫിൽ ചെന്ന് പിന്നെ ആദ്യം കുറെ കഷ്ടപ്പാടായിരുന്നു, ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു 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 എന്താ പറയാ, ഒരു ശരിയല്ലാത്തൊരു അറബിയുടെ കീഴിൽ പണിയെടുക്കേണ്ടി വന്നു. അങ്ങനെ കുറെ കഴിഞ്ഞു. പക്ഷെ അവന്റെ അവസാന കാലം അവൻ എന്തായി, നല്ല ജോലി കിട്ടി. മാത്രമല്ല ഓൻ വിചാരിച്ച അറബി ആയ മനുഷ്യന് ഇയാൾക്ക് സാലറി തരുന്നില്ല എന്നാ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു 1 yearന്റെ മൊത്തം സാലറി ഒരുമിച്ച് അയാൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നിച്ച് തന്നു, വലിയൊരു എമൗണ്ട് കിട്ടി. ഞാൻ പുതിയ കാറ് വാങ്ങി, എൻ്റെ അടുത്ത് ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറ, കഥ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് ആ ഡ്രൈവർ ആയിട്ടുള്ള, അതായത് കാറ് ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിനക്ക് ക്യാഷ് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളാണ് എന്താ പറയാ ഇഷാനെ? ഞാൻ ഉണ്ടാറും. അതെന്താ? ശരി. എടാ അവന്റെ ഇട്ടുമൂടാനുള്ള പൈസയുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് മാത്രമല്ല, ഞാൻ ആലോചിച്ച് നോക്കൂ, ഞാൻ ആ കാറിൽ ഇരിക്കുമ്പോ ഞാൻ എങ്ങോട്ടാ പോണത്? ഞാൻ എങ്ങോട്ടാ പോണത്? ഞാൻ എങ്ങോട്ടാ പോണത്? നീ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? ആതിഫ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഇല്ലാത്ത പൈസ കൊടുക്കാൻ. ഇല്ലാത്ത പൈസ കൊടുക്കാൻ. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇല്ലാത്ത പൈസ എന്ന് പറഞ്ഞാല് എന്റെ സുഹൃത്തിനോട് ഞാൻ കടം വാങ്ങിയ 1000 rupees തിരിച്ചു കൊടുക്കാനാണ് പോണത്. എന്നാൽ അവിടെ ആ പൈസ എൻ്റെ ഇല്ല. എന്നാൽ അവിടെ എനിക്ക് പോയിട്ട് അവനോട് പറയും വേണം, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്, നല്ല 1/2 മണിക്കൂറോളം ലേറ്റ് ആണ്, ബസ് കിട്ടിയില്ല, ഈ കാറിൽ കയറി. അങ്ങനെ ഇവന്റെ ബടായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവൻ ഇടക്കിടക്ക് ചോദിക്കും, ക്യാഷ് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളടുക്ക് ഒരാൾ വന്നിട്ട് ക്യാഷ് വേണമെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങോ? അയാൻ മുഹമ്മദ്, അയാന് വാങ്ങോ? നോ. ഫാത്തിമ വാങ്ങോ? ഫാത്തിമ ജന്ന വാങ്ങില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ക്ലോസ് ഫ്രണ്ട് ആണ്, നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ആ സമയത്ത് അവന് ഒരുപാട് ക്യാഷ് കിട്ടി, അവന്റെ നല്ല പൈസ ഉണ്ട്. അവൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വെറുതെ വെച്ചോ, വെറും മിഠായി വാങ്ങിക്കോ എന്നൊക്കെ പറയാണ്. അപ്പൊ നിങ്ങൾ വാങ്ങോ? നൗറിനാണ് വാങ്ങും. സാലിപ്പോ വാങ്ങോ? വെറുതെ തരല്ലേ? എന്താ പറഞ്ഞേ? ആ മിഠായി വാങ്ങാന്. ഓക്കെ. ആദിലാണ് എന്ത് ചെയ്യും? ഞാൻ വാങ്ങൂല. അതിൽ അഭിമാനിയാണ്.
ഓക്കെ, ഇതിപ്പോ 2 ടൈപ്പ് ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? മഹ്ഫൂസ് ആണേല് ഞാന് ഡിപ്പെൻസ് ഓൺ ഹൗ മച്ച് മണി ഒരു കുറച്ചാണ് വാങ്ങും. ഒരു 9,000 ആണോ തരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോഴോ അവനോട് കുറച്ച് ലോ ആക്കാൻ പറയും. അത്ര വേണ്ട, ചെറുതന്റെ മതി എന്ന് പറഞ്ഞ് വാങ്ങും അല്ലെ. ഏതായാലും നോ പറയില്ല. ഓക്കെ, ഈ സ്റ്റോറിയിലും അത് തന്നെ സംഭവിക്കുന്നത്. ഞാൻ ഇപ്പം നമ്മളെ കൂടെ പഠിച്ച ഒരാളല്ലേ, അപ്പൊ നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ. ഞാൻ അവനോട് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ വെച്ചോ, എനിക്ക് ക്യാഷ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ അവന്റെ ബടായി തുടർന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ടൗണിൽ എത്താറായപ്പോ അവിടെ ഒരു കയറ്റമുണ്ട്. അവിടെ ഉണ്ട്, ഞാൻ നേരത്തെ കയറാൻ നോക്കിയ ബസ്സില്ലേ, അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നു. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ പള്ളി കയറിയത് കൊണ്ടല്ലേ പിന്നെ എനിക്ക് ആ ബസ്സിൽ കയറാതിരിക്കാൻ തോന്നിയത്, അതുകൊണ്ടല്ലേ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റിയത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ടൗണിലെത്തിയ ഉടനെ അവന് ഒരു വലിയൊരു ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തി, നീ ഒരു കാര്യം, നീ ക്യാഷ് ഒന്നും വേണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ പൈസ കൊടുക്കാനുള്ള സുഹൃത്തില്ലേ അവനെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെ എത്തി. അപ്പൊ അവൻ എന്നോട് സോറി പറഞ്ഞു. എന്തിനാ സോറി പറഞ്ഞത്? ഞാൻ എത്തിയിട്ടില്ല, ഞാൻ ഒരു ട്രാഫിക്കിൽ പെട്ട് ആകെ കുടുങ്ങിപ്പോയി, ഞാനിതാ എത്തും, ഒരു ജസ്റ്റ് 5 മിനിറ്റോട് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഞാൻ ആ ബസ്സിൽ കയറി പോന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിധി ഇങ്ങനെ കൊണ്ടുപോകുന്ന നോക്ക്. അങ്ങനെ അവസാനം എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, മറ്റേ സുഹൃത്ത് ഏകദേശം വരാനായ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ ഒപ്പം ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫിലുള്ള ആ ഫ്രണ്ട്, അവന് കാറിൽ കയറി പോവാണ്, യാത്ര പറഞ്ഞ് ബൈ പറഞ്ഞ് പോവാണ്. അപ്പൊ അവങ്ങനെ പോവാണ്. അപ്പൊ ഞാന് പിന്നെ എന്നാ ശരി, എന്നാ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവന്റെ പേഴ്സിന്ന് കുറേ ക്യാഷ് ഉണ്ട്, ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇതോട് വെച്ച്, എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് നിർബന്ധിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇത് വെച്ചോ, ഇത് ഒന്നുമല്ല, ഇത് നീ ചുമ്മാ നിന്റെ അടുത്ത് വെച്ചോ, എനിക്ക് തരികയൊന്നും വേണ്ട, ഇത് എൻ്റെ വക, എൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വെച്ചു. അത് 9,000 റുപ്പീസ് ഉണ്ടായിരുന്നു. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് അവന് പോക്കറ്റിൽ വെച്ച് തന്നു. എന്നിട്ട് അവൻ ടാറ്റ പറഞ്ഞിട്ട് അവൻ പോയി. അപ്പോഴുണ്ട് ആ സ്പോട്ടിൽ എൻ്റെ മുമ്പിലേക്ക് ആര് വരുന്നു? എന്നോട് കടം വാങ്ങാനുള്ള, കടം തിരിച്ചു ചോദിക്കാൻ വന്ന മനുഷ്യൻ, 1000 രൂപ വാങ്ങാൻ വന്ന മനുഷ്യൻ വന്നു. ഞാനിങ്ങനെ 9,000 ഇങ്ങോട്ട് എടുത്തു, അതിൽ 1,000 എടുത്തിട്ട് അവന് കൊടുത്തു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇനി നിനക്ക് ക്യാഷ് വേണോ? വേണ്ട, ഇത് മതി. ഇത് മതി, എനിക്ക് ഒരു അത്യാവശ്യം വന്നോണ്ടാണ് കേട്ടോ, സോറി എന്ന് പറഞ്ഞു. അത് വിഷയമല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു നടക്കുമ്പോ ഇതിന്ന് എന്തൊക്കെ പാഠങ്ങൾ നമുക്കുണ്ട്? ഇഷാൻ, നമ്മള് പള്ളിയിൽ പോയതിന്റെ ഗുണം, ഈ കാലൊക്കെ താത്തിട്. പള്ളിയിൽ പോയതിന്റെ ഗുണല്ലേ? അത് അങ്ങനെ ഒരു പാഠമുണ്ട്. പള്ളിയിൽ പോയതിന്റെ ഒരു ഗുണമാണ്. അതായത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നത്, എത്രയോ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ അതൊക്കെ കൊളാവും. നിസ്കാരം നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നിസ്കരിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ സഹായം, നമ്മൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അള്ളാഹു നമ്മളെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു പാഠം. ഇഷാന്റെ പോയിന്റ് കറക്റ്റ് ആണ്. പിന്നെന്താ ഇതിൽ പാഠമുള്ളത്? ആർക്ക്? മഹ്ഫൂസ്. നല്ലതാ വരുത്തും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹിനോട് തന്നെ സഹായം ചോദിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകും. ഇഷാന് എന്താ പറയാൻ വന്നേന്ന്? പറ. ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. ഫ്രണ്ട്സ് ഉണ്ടാവണം. നല്ല ഫ്രണ്ട്ഷിപ്പ്, ധാരാളമായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവണം. ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. നല്ല ഫ്രണ്ട്സ് ധാരാളം ഉണ്ടാവണം. ഫ്രണ്ട്സ് ഉണ്ടാവണേ നിങ്ങളുടെ സ്വഭാവം നന്നാവണേ. നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ അപ്പൊ തന്നെ കിട്ടണമെന്നില്ല, ലേറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. യെസ്. ഈ അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്താല് ഒന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അള്ളാഹിന്റെ റിപ്ലൈ ഉണ്ടാവും. രണ്ടാമത്തെ സമയത്ത് അള്ളാഹു കുറച്ച് സമയം കഴിഞ്ഞിട്ട്, സമയം എടുത്തിട്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവും. അപ്പൊ അള്ളാഹിന്റെ സഹായം ആരിലൂടെയാണ്, എപ്പോഴാണ് എന്നൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലെ. അള്ളാഹിന്റെ സഹായം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അപ്പോൾ പരീക്ഷ അല്ലെ, എക്സാം, പരീക്ഷണം നിരന്തരം ഉണ്ടാവും. നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവോ ഇല്ലേ? പറ. നിങ്ങൾ പരീക്ഷണം വരും അള്ളാഹിന്റെ?
ഷുവർ, ഒരുപാട് പരീക്ഷണം. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷണത്തിന്റെ ദിവസങ്ങളും വർഷങ്ങളുമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ മരിക്കണവരെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഓരോ കൊല്ലം 1 2 പരീക്ഷണങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അത് പല രീതിയിലായിട്ടും പരീക്ഷണങ്ങൾ അള്ളാഹു നിരന്തരമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ? അമ്പിയാക്കള്, മുർസലുകള്, നബിമാരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അല്ലേ? ശരിയല്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. കേട്ടിട്ടുണ്ടോ? ഇബ്രാഹിം നബിയെ പറ്റി കേട്ടവരൊക്കെ കൈപൊക്ക്. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലെ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചില്ലേ? എന്തൊക്കെ പരീക്ഷണങ്ങൾ? ഇബ്രാഹിം അലൈഹിസ്സലാമിന് നേരിട്ട പരീക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞേ ആരാ പറയാം? അയാന്. സ്വന്തം മകനെ കൊല്ലാൻ പറഞ്ഞു. കൊല്ലാൻ നോക്കിയെന്നൊന്നുമല്ല, അതിന് വേറെ ടേം ഉണ്ട്, അല്ലെ? അതും അവസാന കാലത്ത് കിട്ടിയ പൊന്നാര മോൻ, ഒറ്റ മോന്, അല്ലെ? അത് അള്ളാഹ് ഒരു പരീക്ഷണം കൊടുത്തതാണ് ചെയ്യാൻ. പിന്നെന്താ പരീക്ഷണം? നാട് വിടേണ്ടി വന്നു. കുഞ്ഞായിരിക്കുന്ന സമയത്ത് മക്കയിൽ വെച്ചിട്ട് അവിടെ വെച്ച് മക്കളെ ഉപേക്ഷിച്ചിട്ട് ഭാര്യയും മക്കളും അങ്ങനെ സംസം സ്റ്റോറി അങ്ങനെയല്ലേ? സംസം കാലിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാം കാലിട്ടടിച്ച ഭാഗത്തുനിന്ന് സംസം വരുന്ന വെള്ളം വരുന്ന അയാനെ അതാ പറയാൻ പോയത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ വീണ്ടും നാട് സ്വന്തം ബാപ്പ പറയെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പോവോ? നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഇറങ്ങാൻ പറഞ്ഞാല്, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞാല് അപ്പുറത്തെ ബാക്കിലെ ഡോറിലൂടെ കയറി പിന്നെയും കയറി ഇങ്ങോട്ട് തന്നെ വരും, അല്ലെ? അതൊന്നും നടക്കൂല. ബാപ്പന്റെ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് പറയും, അല്ലെ? വീട്ടില് കത്തിയെടുത്താലോ? കത്തിയെടുത്ത് നല്ലൊരു കത്തിയെടുത്ത് മൂർച്ചം കൂട്ടിയിട്ട് പറയാം, എന്നാലും ഒരു സ്വപ്നം കണ്ട് എന്നെ അറക്കണ സ്വപ്നമാണ്, അറക്കാൻ പോവാന്നുണ്ടെങ്കിൽ മലത്തിയെടുത്ത് കടത്തിയാൽ നിങ്ങൾ എന്താ പറയാ? ഡോക്ടറെ വിളിച്ചോടി ബാപ്പക്ക് മെന്റലായിട്ടുണ്ട് എന്ന് പറയും, അല്ലെ? ഇങ്ങനൊക്കെ ഒരു ലോകമാണ് ഏതൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ അള്ളാന്റെ പരീക്ഷണങ്ങള് നമ്പർ 1 വരും, നമ്പർ 2, നമ്പർ 3 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പരീക്ഷണങ്ങള് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ പ്രാർത്ഥന ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു 3 രീതിയിലാണ് റിപ്ലൈ തരിക. നമ്പർ 1 ഇൻസ്റ്റന്റ് റിപ്ലൈ, നമ്പർ 2 കുറച്ച് കഴിഞ്ഞിട്ട് അതിന് അള്ളാഹു ഇജാബത്ത് തരും, മറുപടി തരും. മൂന്നാമതൊരു മറുപടി ഉണ്ട്. അതെന്താന്ന് ആർക്കും പറയാൻ പറ്റും? അയ്മന്. നമ്മളുടെ ദുആ ലോകാവസാനത്തേക്ക് ഡീപ്സിൽ ഇങ്ങനെ കൂട്ടി വെക്കും. ആ ദുആക്ക് അല്ലാഹ് മറുപടി തരികയില്ല. ഒരു കഥ പറഞ്ഞുതരാം, കൊച്ചു കഥ. അറേബ്യയില് മക്കയിലാന്ന് തോന്നുന്നു ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒറ്റയ്ക്ക് ജീവിച്ചു, വിധവയായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി. ആ പെണ്ണിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത്. ആ പെണ്ണ് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുകയും സദഖ ചെയ്യുകയും 5 വക്ത് നിസ്കരിക്കുകയും, ആ പെണ്ണിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം, നല്ലൊരു പെണ്ണായിരുന്നു. ഒരാളോട് ഒരു പ്രയാസം ഉണ്ടാക്കാതെ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഒരു നല്ല പെണ്ണായിരുന്നു. ആ പെണ്ണ് മരണപ്പെട്ടു. ഓക്കെ, കേട്ടോ? കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പെണ്ണ് മരണപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോണ്ട് പെട്ടെന്ന് ഈ ഗൾഫിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ചെറിയ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് പല ഭാഗത്തു നിന്നുള്ള മയ്യത്തുണ്ടാവും, പല നാടുകളിൽ നിന്നുള്ള മയ്യത്തുണ്ടാവും. അപ്പൊ അത് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഈ വലിയ ആളുകളുടെ കൂടെ കുഞ്ഞുമോനെ അങ്ങ് കിടത്തും, ചെറിയ കുട്ടികളാണെങ്കിൽ. ഓക്കെ, ആലോചിച്ച് നോക്കൂ. അങ്ങനെ പെട്ടെന്ന് ഈ പെണ്ണിന് ഖബറടക്കം ചെയ്യുന്ന സമയത്തുണ്ട് ഒരു മരിച്ച ഒരു കുഞ്ഞുമോന്റെ മൃതശരീരം മയ്യത്ത് കൊണ്ടുവന്നിട്ട് ഈ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഖബർ മൂടുകയാണ്. മരിച്ച ഒരു കുട്ടിയുടെ ഇതാണ്. നമുക്ക് മരിച്ച ശേഷമാണ് ആ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ അള്ളാന്റെ സഹായം ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ്. ഓക്കെ, പക്ഷേ അള്ളാന്റെ സഹായങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവോടുള്ള ഇഷ്ടം ഉണ്ടാവുകയും ദീനിയായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാവുകയും
ദീനി അല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളാവണം. ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ദീനിയായ കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇൻട്രസ്റ്റഡ് ആവുക എന്നുള്ളത് ഒരാള് വീട്ടിൽ നിന്ന് പറയാ, എടാ നമ്മൾ ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും കൂടെ രാത്രി 2 മണിക്ക് എണീറ്റിട്ട് ഖിയാമുൽ നിസ്കരിച്ചാലോ, ഒരു എക്സാമ്പിൾ പറയാ. അങ്ങനെ പറയുമ്പോൾ അതിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഉസ്താദ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് ആഗ്രഹമുള്ള സാധനം തരുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ തരുന്നത്? മരിച്ചു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തരികയില്ല അല്ലെ. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് പൂർത്തീകരിച്ച് തരില്ല. അതങ്ങനെയാണ്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കൂല. ഈ ലോകത്തിന് ശേഷമുള്ള ലോകത്തേക്ക് ചില കാര്യങ്ങൾ അള്ളാഹ് മാറ്റിവെക്കും. നമ്മൾ വിചാരിച്ചെല്ലാം നടക്കും ഈ ദുനിയാവില്? ഒരിക്കലും ഇല്ല. അള്ളാഹു അത് അങ്ങനെ മാറ്റിവെക്കും. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ. എന്നാൽ ചില കാര്യങ്ങളൊക്കെ അള്ളാഹ് തരും. അപ്പൊ അള്ളാഹ് തരുന്നത് 2 കൈയും നീട്ടി സ്വീകരിക്കുക. കിട്ടിയതിൽ നമ്മൾ പറയാ അൽഹംദുലില്ലാ. കിട്ടാത്തതിൽ എന്ത് പറയാ? സുബ്ർ ചെയ്യാം. പോയി കിട്ടാത്തത് അള്ളാന്റെ ഖദർ അള്ളാഹ് ഇതിനില്ല എന്നൊക്കെ നമ്മൾ പറയാം. ഇത്രയേ ഉള്ളൂ. എൻ്റെ നാട്ടില് ഒരു വീട്ടിലെ 3 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറിയ കുട്ടിയെ ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ നല്ല സ്വഭാവമായിരുന്നു. എപ്പോഴും കാണുമ്പോൾ ചിരിക്കും, സലാം പറയും, പള്ളിയിൽ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഒരു ന്യൂസ് കേട്ട് ആ വീട്ടിലെ കാറ് പിന്നെ മലപ്പുറം ജില്ലയിൽ തിരൂര് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആയി എന്ന് ഒരു ന്യൂസ് കേട്ട്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചത്, പഠിച്ചവനെ എൻ്റെ ആ ചെറിയ കുട്ടിക്കൊന്നും പറ്റരുതേ എന്നായിരുന്നു. ബട്ട് ആ കുട്ടി അതിൽ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യും അല്ലെ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താ? അതൊക്കെ അള്ളാന്റെ തർത്തീബാണ്, അള്ളാന്റെ ഖദറാണ്. അള്ളാന്റെ ഖദർ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിലോ, നല്ലത് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? നന്മ മനസ്സുണ്ടോ? തെറ്റ് ചെയ്യാൻ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നോ പറയാറുണ്ടോ? ക്വസ്റ്റ്യൻ. തെറ്റ് എന്താണ്, ശരി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റുമെങ്കിൽ പറ. അപ്പൊ ഞാന് രാജസ്ഥാനിലേക്ക് പോയ സമയത്ത്, ഒരു ജോലിക്ക് വേണ്ടി പോയ സമയത്ത്, അവിടെ രാത്രിയാകുമ്പോൾ എല്ലാവർക്കും കള്ള് കിട്ടുമായിരുന്നു. ഫ്രീ ആയിട്ട്. നല്ല തണുപ്പാണ്, -4 ഡിഗ്രി വരെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ മദ്യം കിട്ടുമായിരുന്നു. എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പൊ എല്ലാവർക്കും അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കുടിച്ചോ, ഫ്രീ ആടാ, കുടിച്ചോ അല്ലെ. നമുക്ക് ഫ്രീ ആണെങ്കിലും നമുക്ക് പറ്റുമോ അല്ലെ? നമുക്ക് പറ്റുന്നല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ചെറുതാവട്ടെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളത് അള്ളാഹുവിനെ ഓർത്ത് ചെയ്തില്ല, അങ്ങനെ ഒരു കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്തില്ല. എന്താടാ ഈശാനെ പറഞ്ഞ്? അത് സ്കൂളില് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹംദാൻ പറഞ്ഞിട്ട്. ഞങ്ങള് രണ്ടാളോടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പള്ളിക്ക് ബെല്ലടിച്ചു. അപ്പൊ ഹംദാൻ പറഞ്ഞു, നമുക്ക് ഒളിച്ചിരിക്കാം, നമുക്ക് പള്ളിയിൽ പോകണ്ട. അത് വേണ്ട പറഞ്ഞിട്ട് ഞാൻ പള്ളിക്ക് ഓടി. അപ്പൊ ഓനും വന്ന് എന്റെ ഒപ്പം എന്നാ ഞാനും വരാറുണ്ട്. അതാണ് അല്ലെ. നല്ല ഫ്രണ്ട്സ് ഉണ്ടായാലും അങ്ങനെയാണ്. തെറ്റ് ചെയ്യാൻ നിന്ന ആള് വരെ തെറ്റ് ചെയ്യാതിരിക്കാൻ ബ്ലോക്ക് ചെയ്തു. ഓക്കെ. ഒരു ദിവസം എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പം എന്റെ ക്ലാസ്സിൽ 2 കുട്ടികൾ 2 ഇപ്പോഴും സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു കുട്ടി പറഞ്ഞെങ്കിൽ ബാത്റൂമിൽ പൊയ്ക്കോട്ടെന്ന്. അപ്പൊ പൊയ്ക്കോണ്ടിരുന്നപ്പോ ആ വഴി കൂടെ പോയപ്പോ ആ 2 കുട്ടികൾ അടിച്ചു. പിന്നെയും ബാത്റൂമിൽ പോകും. വേറെ ഒരു കുട്ടി വന്നപ്പോ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അടിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്റെ വഴി കൂടെ പോയ അപ്പൊ മറ്റവൻ പറഞ്ഞ് അടിക്കാൻ ഞാൻ അടിച്ചില്ല. നീ അടിച്ചില്ല. ഓക്കെ. നീ ചെയ്തില്ല, ബാക്കിയുള്ളവർ ചെയ്തു. ഓക്കെ, റൈറ്റ്. ഫാത്തിമ നൗറീൻ ഉണ്ടാ? പറയേ. ഞങ്ങള് പള്ളിക്ക് നേരം റേഞ്ച് ഇല്ലാത്ത പ്രശ്നമാണ്. റേഞ്ച് ഇല്ലാത്തോണ്ടേ
പറയുന്നത് ക്ലിയർ ആകുന്നില്ല. എന്തോ പള്ളിയിൽ പോകുമ്പോൾ അടി കിട്ടിയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് എൻഡ് ചെയ്യാം. ഒരു ചെറിയൊരു സ്റ്റോറി. സൗദി അറേബ്യയിലാണ് കാര്യം നടക്കുന്നത്. സൗദി അറേബ്യയിലുള്ള ഒരു കൈബുക്ക്. സാലിഫ് സൗദിയിലാണ്, സൽമാൻ സൗദിയില്, പിന്നെ ആരോ സൗദിയിലുള്ളവരുണ്ട് അവിടെ? ഇല്ല. സൗദി അറേബ്യയിൽ നടക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. ഫാത്തിമ ഹയ സൗദിയില? ഹയ സൗദിയില? ഓക്കെ, അപ്പോൾ സൗദിയിൽ നടന്ന കഥയാണ്. സൗദിയിൽ വെള്ളിയാഴ്ച ഓഫാണ്, ശരിയല്ലേ? ഓക്കെ, വെള്ളിയാഴ്ച ഓഫാണ്. തേഴ്സ്ഡേ നൈറ്റ് അവിടെയുള്ള അറബികളിൽ പെട്ട ചില ചീത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? അവരിന് കാറൊക്കെ എടുത്തിട്ട് കാറിൽ അടിപൊളി എന്നല്ല പറയാ, ബ്രാൻഡൻ മ്യൂസിക് ഇല്ലേ, പടപടപടപടപടപടോ എന്ന് പറഞ്ഞിട്ട് പൊട്ടുന്ന മ്യൂസിക് ഇല്ലേ, ഭ്രാന്തായ പോലെ. ഒരാൾക്ക് ഷോക്ക് അടിച്ചാലൊക്കെ എങ്ങനെ ഉണ്ടാവുക? ഒരാൾക്ക് ഷോക്ക് അടിക്കുമ്പോൾ അയാൾ എങ്ങനെ, അതുപോലൊക്കെ എന്തൊക്കെയോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ പോവില്ലേ, DJ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് കള്ളൊക്കെ കുടിച്ചിട്ട് അവരിങ്ങനെ പോവും. മുസ്ലിങ്ങൾ തന്നെ, ഓക്കെ, പേരേ മുസ്ലിം എന്നുണ്ടാവുള്ളൂ. അങ്ങനെ അവരിങ്ങനെ പോവുക. എങ്ങോട്ടാ പോവുക? അവിടുത്തെ ഈ ഗൾഫിലെ റോഡുകൾ നിങ്ങൾ കണ്ടു. ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഇപ്പൊ വലിയ റോഡ് വരുന്നുണ്ട്. അതുപോലെ അവിടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ട് 2 സൈഡിലും ഡെസേർട്ട് ആയിരിക്കും. നല്ല എന്താ പറയാ, ഒരു ഇളക്കം പോലും ഉണ്ടാവില്ല. കാർ ഇങ്ങനെ ഹൈ സ്പീഡിൽ 140ലും അതിന്റെ മേലെയൊക്കെ പോകുന്ന ഹൈ സ്പീഡിൽ പോകുന്ന റോഡുകളാണ്. അപ്പോൾ ഇവരെത്ര പേരുണ്ട് അറിയാം കാറില്? 4 പേരുണ്ട്. ഓക്കെ, 4 പേരും അടുത്തടുത്ത സുഹൃത്തുക്കളാണ്. അവരെല്ലാ വ്യാഴാഴ്ച ഇങ്ങനെ പോകും. എന്നിട്ട് വെള്ളിയാഴ്ചക്ക് എവിടേക്കോ കറങ്ങി, ചിലപ്പോൾ എൻജോയ്മെന്റും ഉണ്ട്. ചില കുളത്തിലൊക്കെ പോയിട്ട് മുങ്ങി കുളിച്ച്, ചില ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ കറങ്ങി. അവർക്ക് നിസ്കാരമൊന്നും ഉണ്ടാവില്ല. അവരൊരു ഇസ്ലാമിക് ഉദ്ദേശിച്ച് പോവല്ല, അവർ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. മനസ്സിലായില്ലേ? ചീത്ത കൂട്ടുകാരാണ്. അപ്പോ അവരുടെ കൂട്ടത്തിൽ തൊട്ട് അയൽപ്പക്കത്തായിട്ടുള്ള നൈബർ ആയിട്ടുള്ള ഒരാൾ ചോദിച്ചു, നിങ്ങൾ എല്ലാ വീക്കിലും പോവാറുണ്ടല്ലോ, ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ? മനസ്സിലായ? ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ. ഇവൻ വിചാരിച്ചത് ഇവല് പോയിട്ട് അവിടെയൊക്കെ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് നല്ല ട്രിപ്പാണെന്നാണ് വിചാരിച്ചത്. ഈ ട്രിപ്പ് 2 രീതിയിലുണ്ടല്ലോ, യാത്ര പോകുന്ന 2 രീതിയിൽ യാത്ര പോവാം. അപ്പോൾ ഇവൻ വിചാരിച്ചത് നല്ല ട്രിപ്പാന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൂടെ ഇവന് കയറി. അപ്പൊ മറ്റുള്ളവര് ബ്ലോക്ക് ഒന്നും ചെയ്തില്ല, ഇവനെ ഒന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ എന്നുള്ളതിലേക്ക്. പക്ഷെ ഇവൻക്ക് ഇത് ഇഷ്ടായില്ല. പിന്നെ കാറിൽ ഈ പാട്ടിടാൻ തുടങ്ങി, ഭ്രാന്തൻ മ്യൂസിക് പാട്ടുകളില്ലേ. ചില കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്കത് മനസ്സിലായി, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നും വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇവര് പാട്ടിടും ഇങ്ങനത്തെ പാട്ടുകൾ. ഓക്കെ, അതിങ്ങനെ കടക്കടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുലുങ്ങും അല്ലെ, അങ്ങനത്തെ പാട്ടുകൾ ഇടാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ പാട്ടിടാൻ തുടങ്ങിയ സമയത്ത് ഇയാൾക്ക് ആകെ ടെൻഷനായി. ഇയാൾ പറഞ്ഞു ഞാൻ ഇറങ്ങി, ഞാൻ പോവാ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആകെ വാശി പിടിച്ചു. അങ്ങനെ അവസാനം പിന്നെ ഇവര് സഹിക്കാൻ പറ്റാതെ ഇവനെ കൊണ്ടുവരണ്ടില്ലായിരുന്നു, നമ്മളെ എല്ലാം കോളാക്കിയല്ലേ ഇവന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പാട്ടങ്ങ് ഓഫാക്കുന്ന പറഞ്ഞു. അങ്ങനെ പാട്ട് ഓഫാക്കി ലാസ്റ്റ് ഇവന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഇവനും എല്ലാം ഉറങ്ങി. ഓക്കെ, ഉറങ്ങുമ്പോ ഇവനിങ്ങനെ ഈ സൈഡ് വിൻഡോയിൽ നിന്നിട്ട് ഇങ്ങനെ കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പൊ സൈഡ് വിൻഡോ കൂടെ ഇങ്ങനെ എന്താ കാണുക? എന്തൊക്കെ കാണും? മലകൾ കാണും, ചിലപ്പോ ചില മരങ്ങളൊക്കെ പച്ചപ്പൊക്കെ കാണും, ഡെസേർട്ടാണ് ഇങ്ങനെ. പക്ഷെ അവിടെ സ്ഥിരമായിട്ട് കാണുന്ന സാധനം പച്ച ബോർഡിൽ ഇങ്ങനെ ഇത്ര കിലോമീറ്റർ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന എത്ര കിലോമീറ്റർ, ആ ബോർഡുകൾ, പച്ച ബോർഡുകൾ ഇങ്ങനെ കാണാം, സൈൻ ബോർഡുകൾ. അപ്പൊ അതിങ്ങനെ കാണും, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കും, പിന്നെ ഇങ്ങനെ കണ്ണുറങ്ങും. അങ്ങനെ ഉറങ്ങിയോ മെല്ലെ പകുതി മയക്കത്തിൽ അങ്ങനെ ഉറങ്ങി അങ്ങ് വീണപ്പോ പെട്ടെന്നൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? സ്വപ്നത്തിൽ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ പോകുന്ന കാണുന്നത്. ബോർഡ് 1 ഒരു പച്ച ബോർഡ് പോയി, പിന്നെ അടുത്ത ബോർഡ് പോയി, അടുത്തൊരു ബോർഡ് വായിച്ചിട്ട് അവന് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഞെട്ടി എണീറ്റ് പോയി. എന്താ ബോർഡ്? ജഹന്നം, നരകം 100 മീറ്റർ അവിടെ എഴുതി വെച്ചിരുന്നു. ജഹന്നം 100 മീറ്റർ. ഇപ്പം പെട്ടെന്ന് എണീറ്റ് ആർത്ത് കരഞ്ഞിട്ട് കാറ് നിർത്താൻ പറഞ്ഞു. കാറ് നിർത്തിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി, ആകെ ഭ്രാന്തനെ പോലെ. ഞാനില്ല ഞങ്ങൾ കൂടെ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവര് പോകുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോശം കൂട്ടുകെട്ടാണ്. അപ്പൊ ഇവര് പറഞ്ഞു ഇത് ഡെസേർട്ടാണ്, ഇവിടെ ഒന്നും വണ്ടി കിട്ടൂല, ഈ ഡെസേർട്ടിൽ നടുവിലൊന്നും ആരും വണ്ടി നിർത്തിയിട്ട് ആരും ഹെൽപ്പ് ചെയ്യില്ല, കാരണം അപരിചിതരാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയാൽ ശരിയാവില്ല, ഒരു തണല് പോലും ഇല്ല, ഞാൻ മരിച്ചാലും ശരി ഞാൻ നിങ്ങളെ കൂടെ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു.
അങ്ങനെ അവസാനം അവനെ ഇവര് ആ നടു റോട്ടിൽ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഓക്കെ, ഏതെങ്കിലും വണ്ടി നിർത്തിയേക്കും മേ ബി. അതും നല്ല പിന്നെ എന്താ പറയാ വിജനമായൊരു സ്ഥലം, ഒരാളും ഇല്ലാത്ത സ്ഥലം. അപ്പോ ആ കാറ് അങ്ങോട്ട് മുന്നോട്ട് പോയി. കുറെ കഴിഞ്ഞപ്പോ ഒരു വാഹനം വന്നു, ഒരു ട്രക്ക് വന്നു, കൈ കാണിച്ചു ഇങ്ങോട്ട് പോയി. അവൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ റോഡിൽ ഇറങ്ങിയ ആളില്ലേ, ഈ സ്വപ്നം കണ്ട ആള്, അവൻ പല വാഹനങ്ങൾക്കും കൈ കാണിച്ച് ആരും നിർത്തിയില്ല. കുറെ കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ജീപ്പ് പോലത്തെ ഒരു ചെറിയൊരു വണ്ടി വന്നു. അപ്പോ അതിന് കൈ കാണിച്ചു, അത് നിർത്തി. അതിൽ കയറി ഉടനെ മറ്റേ ഡ്രൈവർ ചോദിച്ചു, അറബിയിലാണ് അവർ ചോദിക്കുന്നത്, നീ ആരാണ്, നീ എങ്ങനെ ഇവിടെ എത്തി, ഇവിടെ ഈ റോട്ടിൽ എങ്ങനെ എത്തിയത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അവന് കഥകളൊക്കെ പറഞ്ഞ് ഉള്ളതുപോലെ പറഞ്ഞ്. അപ്പൊ പെട്ടെന്ന് ഇവൻ വണ്ടി സൈഡാക്കിയിട്ട് പറഞ്ഞു, അള്ളാഹ്, ഒരു വണ്ടി അവിടെ ആക്സിഡന്റ് ആയിട്ട് തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് വേഗം ഇവര് തിരിച്ചങ്ങോട്ട് തന്നെ പോയപ്പോ എന്താ കണ്ട കാഴ്ച? ആ പോയ കാറ് കത്തിയിട്ട് കരിഞ്ഞ് അവിടെയുള്ള ബാക്കിയുള്ള 4 ഫ്രണ്ട്സും കരിഞ്ഞ് കിടക്കുന്നുണ്ട് മരിച്ചിട്ട്. എങ്ങനെയുണ്ട്? നന്മ നമ്മുടെ മനസ്സിൽ നല്ലതിലേക്ക് വഴി നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു അതിനുള്ള വഴികൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ശരിയാക്കി തരും. നല്ലത് ആഗ്രഹിച്ച് നല്ല മനസ്സുണ്ടായാൽ തന്നെ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിച്ചു തരും. അതുകൊണ്ട് എപ്പോഴും സൽമാനെ പറയാം. ഒറിജിനൽ സംഭവിച്ച സ്റ്റോറിയാണോ? ഞാൻ ഇത് സംഭവിച്ച മാത്രല്ല, പിറ്റേന്ന് വെള്ളിയാഴ്ച അല്ലേ, പിറ്റേന്ന് വെള്ളിയാഴ്ച സൗദിയിലുള്ള ഒരു പള്ളിയിൽ ഇയാൾ എത്തി. കരഞ്ഞുകൊണ്ട് ജുമാക്ക് ശേഷം അവിടുത്തെ ഇമാമിനോടൊക്കെ ഈ കഥകൾ പറഞ്ഞു എന്നാണ് പിറ്റേന്ന് നടന്ന സംഭവം. അപ്പം തെറ്റായ വഴികളിലേക്ക് പോവാതിരിക്കാൻ, ശരിയായ വഴിയിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചാൽ തന്നെ അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരികയും നല്ല വഴിയിലേക്ക് നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവരെയും നല്ല വഴിയിലാക്കി തരട്ടെ. അള്ളാഹു വഴി സിറാത്തുൽ മുസ്തഖീമാണ്. ഇനിയിപ്പോൾ അടുത്ത ആയത്ത് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുകയും അള്ളാഹുവോട് സഹായം തേടുകയും ചെയ്ത നല്ല വഴിയിലേക്ക്. ഇപ്പൊ നാട്ടിൽ നോക്കൂ, ലഹരിക്ക് അഡിക്റ്റ് ആയ എത്രയോ മുസ്ലിംസ് ഇല്ലേ, കേരളത്തിലില്ലേ? ലഹരിക്ക് അടിപ്പെട്ട് ഉമ്മാനെ തിരിച്ചറിയാതെ ബാപ്പാനെ ബാപ്പാനെ ഉമ്മാനെ വെട്ടിക്കൊല്ലുന്ന കാലമല്ലേ ഇത്, അല്ലെ? അതിലൊന്നും പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരാളാവണമെന്ന്? അങ്ങനെ ആഗ്രഹിക്കാതെ ഇരുന്നാൽ തന്നെ അള്ളാഹു നമുക്ക് അതിന്റെ വഴി തുറന്നു തരും. നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അതിലേക്ക് എത്തുക. അതുകൊണ്ട് അള്ളാഹുവോട് നമ്മൾ നിരന്തരം ഹിദായത്തിന് വേണ്ടിയും നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കാനും നല്ല മുഅ്മിനായി ജീവിക്കാനും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യനായി ജീവിച്ച് മരിക്കാനും ഒക്കെ അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ നല്ല മനുഷ്യന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളെ ഇത്തരത്തിലുള്ള യാതൊരു അത്യാഹിത അപകട മരണങ്ങളിലും ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നല്ല ഈമാനുള്ളവരാക്കി മാറ്റണേ ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണേ ഞങ്ങൾക്ക് നല്ല സ്വഭാവം തരണേ ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും തരണേ തെറ്റായ ഒരു കാര്യത്തിലേക്കും ഞങ്ങൾ എത്തിക്കല്ലേ ഖൈറായിട്ടുള്ള നന്മ ഉള്ള കാര്യങ്ങളിൽ മാത്രം ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുവെ ഞങ്ങളുടെ വീട്ടിൽ ഉമ്മാക്കുപ്പാക്കും സന്തോഷവും സമാധാനവും കൊടുക്കണേ വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ നല്ല ബന്ധവും സ്നേഹവും ആക്കി തരണേ അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിലും നല്ല സൽസ്വഭാവമുള്ള നല്ല മനുഷ്യനാക്കി ഞങ്ങൾ മാറ്റണേ ഞങ്ങളുടെ നാട്ടിലും ലോകത്തിനും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم أعنا على ذكرك وشكرك وحسن عبادتك اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته.